ഏറെ നിർണായകമായ ദിവസത്തിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് താങ്കൾ എന്ന് മനസ്സിലാക്കുന്നു. കാരണം PT അത്രയധികം ഈ കേസിൽ ആത്മാർത്ഥതയോടെ സമീപിച്ചതാണ് തുടക്കം മുതൽ എന്നത് വ്യക്തമാണ്. എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ താങ്കൾ ഉറ്റുനോക്കുന്നത്? സത്യത്തിൽ ഇന്നലെ ഈ ബൈ ഇലക്ഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രചരണമൊക്കെ തീർന്നത് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് രാവിലെ കുറച്ച് വൈകിപ്പോയി എണീക്കാൻ. പക്ഷേ എണീറ്റ ഉടനെ ഓർമ്മ വന്നത് ഡിസംബർ 8 നമ്മളുടെ വിധി വരുന്ന ദിവസമാണല്ലോ എന്നുള്ളതാണ്. വളരെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. എങ്കിലും ഒരാശങ്കയുണ്ട്. കൃത്യമായി തെറ്റ് ചെയ്തവരിതിൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരാശങ്കയൊക്കെ എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ കുട്ടിയും വളരെ ടെൻഷനാണ്. ഡിസംബർ 8 പ്രാർത്ഥനയോടുകൂടി തന്നെ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞത്. പ്രാർത്ഥനയോടെ എല്ലാവരും കേരളം ഒന്നടങ്കം നോക്കിക്കാണുന്ന ദിവസമാണ്. ഏറ്റവും ആദ്യം മണിക്കൂറുകൾക്കകം ആ പെൺകുട്ടിയോട് സംസാരിച്ച ഒരാളാണ് PT എന്ന് നമുക്കറിയാം. ഈ സംഭവം അറിഞ്ഞ ഉടൻ വീട്ടിലേക്ക് പോയതും ആ സംഭവം ഇന്ന് ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ് താങ്കൾ? അന്നത്തെ ദിവസം PT വീട്ടിൽ വന്ന് കിടന്നതാണ്. കിടന്നതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു ഫോൺ വന്നിട്ട് PT എണീറ്റ് റെഡിയായി പോകുന്നത്. എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിടന്നിട്ടില്ലായിരുന്നു. എനിക്കിത്തിരി ജോലിയുള്ളതുകൊണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുകയാണ്. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ PT വീണ്ടും റെഡിയാവുന്നതുകൊണ്ട് എവിടേക്കാന്ന് ചോദിച്ചപ്പോൾ സാധാരണ പറയാറുണ്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുകയാണ് ചെയ്തത്. പോയിട്ട് വന്നതിന് ശേഷം PT വളരെ സങ്കടത്തിലായിരുന്നു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ PT ഒരവസ്ഥ കണ്ടിട്ടാണ് എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം PT സ്വന്തം മകൾക്കൊരു അപകടം സംഭവിച്ചതുപോലെ ആയിരുന്നു PT അന്നത്തെ ദിവസം നേരം വെളുപ്പിച്ചത് എന്ന് തന്നെ പറയാം. പോയി വന്ന ശേഷം എന്തായിരുന്നു താങ്കളോട് പങ്കുവച്ചത് അദ്ദേഹം? ഈ വിവരം പറയുകയുണ്ടായി. അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം കോടതിയിലുള്ളതും കോടതിയിൽ അതിന് മൊഴി കൊടുക്കാനൊക്കെ PTക്ക് അറിയാവുന്നതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും വലിയ സങ്കടത്തോടു കൂടി സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു അപകടം പോലെ തന്നെ PT അത് നോക്കിക്കാണുകയും PT പറയുകയുണ്ടായി. ആ കുട്ടിക്ക് എല്ലാ ധൈര്യവും കൊടുത്ത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നിയമവഴിയിലൂടെ തന്നെ ഇതിന് മറ്റൊരാൾക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഈ മേഖലയിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനിയൊരിക്കലെങ്കിലും ഇതുണ്ടാവാതിരിക്കാനായിട്ട് PTയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് IGയെ വിളിച്ചു കൊടുക്കുകയും അദ്ദേഹം അന്ന് ട്രെയിൻ യാത്രയിലായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തത് എന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ശരി, ഉമാ തോമസ്, PT തോമസ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പോലീസിന് പരാതി നൽകുന്നത് അദ്ദേഹമാണ്. അതിനുശേഷം ഒരു ഉണ്ടാവാൻ സാധ്യതയുള്ള വളരെ അതീവ ഗുരുതരമായൊരു ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. വാഹനത്തിൻ്റെ 4 ടയറുകളുടെയും ബോൾട്ട് ഇളകിയ നിലയിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായി. ഇതേ തുടർന്ന് പലാരിവട്ടം പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വധശ്രമമായിരുന്നോ ഉണ്ടായതെന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ താങ്കൾ അന്ന് പ്രതികരിക്കുകയും ഉണ്ടായി. എങ്ങനെയാണ് അത് ഓർത്തെടുക്കുന്നത്? സത്യമാണ്. PT നമ്മളുടെ വണ്ടി സർവീസിന് പോയതായിരുന്നു. സർവീസിന് പോയിട്ട് അടുത്ത ദിവസം വണ്ടി ഓടിയതാണ്. പക്ഷെ അതിനടുത്ത ദിവസം പാലാരിവട്ടം തമ്മനം റോഡിൽ നിന്ന് നമ്മുടെ വൈറ്റില ഭാഗത്ത് നിന്ന് ബൈപ്പാസിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വണ്ടി അവിടെ ബസ് കാത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് കൈ കാണിക്കുകയും ആ വണ്ടിയുടെ ടയർ പൊളയുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് വണ്ടിയിൽ നോക്കിയത്. അപ്പം അതിൻ്റെ 4 ടയറും ബോൾട്ട് ഇളക്കി വെച്ചിട്ടുള്ളതായിട്ട് കണ്ടു. സത്യത്തിൽ ആ പോക്കറ്റ് റോട്ടിൽ കൂടി കയറിയപ്പോൾ അത്ര സ്പീഡിൽ ഓടിക്കാണില്ല. പക്ഷെ ബൈപ്പാസിൽ കയറിയിരുന്നെങ്കിൽ വണ്ടിയുടെ ടയർ ചിലപ്പോൾ ഊരി പോകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അനുമാനിക്കേണ്ടത്. നമ്മുടെ
നമ്മൾ ഈ വിവരം സർവീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ അപ്പം തന്നെ അവരിവിടെ വരികയും അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞു ഡബിൾ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഓരോ വണ്ടിയും സർവീസ് കഴിഞ്ഞ് വിടുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്തതായിട്ട് എല്ലാ രേഖയും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ അത് എനിക്കും തോന്നുന്നത് അടുത്ത ദിവസം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അതിന് ശേഷമാണ് അത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു വീഴ്ചയായിട്ട് അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിലെ വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല. PT അപായപ്പെടുത്താൻ ആരെങ്കിലും ഒരു ശ്രമം നടത്തിയോ എന്ന് പലരും അത് ഷെയർ ചെയ്തപ്പോൾ നമ്മൾക്കും അങ്ങനെ ചിന്തിക്കാൻ ഇടവന്നു എന്നുള്ളതാണ് സത്യം. ഈ അന്വേഷണ പുരോഗതി വളരെ കൃത്യമായി തുടക്കം മുതൽ വിലയിരുത്തിക്കൊണ്ടിരുന്ന ആളാണ് ശ്രീ PT തോമസ്. അദ്ദേഹം മറ്റൊരു പരാതി നൽകിയിരുന്നു, ഈ പൾസർ സുനിക്ക് മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം വേണം എന്ന്. അതുമായി ബന്ധപ്പെട്ട് കൂടി ഒന്ന് പറയാമോ? അതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ എനിക്ക് അത്രയ്ക്ക് അറിയില്ല. പക്ഷെ PT ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് ഈ മേഖലയിൽ തന്നെ പലരും പല തെറ്റായ പ്രവണതകളുള്ളവരായിട്ട് PT ഷെയർ ചെയ്തിട്ടുണ്ട്. അത് PT ഒരാളെയും ഇന്നയാളാണ് ഈ തെറ്റ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചയാൾ ഇതാണെന്ന് ഒരിക്കൽ പോലും അങ്ങനെ PT സംസാരിച്ചിട്ടില്ല. അത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം അന്വേഷിക്കുന്ന ആളുകൾക്കും അന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ കോടതിയും ഒക്കെ മൊഴി കേട്ടിട്ട് നിഗമനത്തിലെത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് PT സംസാരിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും PT ആർക്കെങ്കിലും അഭിമുഖം കൊടുത്തപ്പോഴോ ഒന്നും ഒരാളുടെ പേരും പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ശരി, വളരെ നന്ദി ഉമാ തോമസ് MLA ഒപ്പം ചേർന്ന പ്രതികരണം അറിയിച്ചതിന്. നിർണായകമായി ഈ ദിവസത്തിൽ എല്ലാവരെയും കൂടുതൽ കാത്തിരിക്കുന്നത് ഉമാ തോമസ് MLA ആണ് എന്ന് നമുക്കറിയാം. വിലപ്പെട്ട സമയം നമുക്കായി തന്നതിന് വളരെ നന്ദി.